ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാ ഞാൻ. ആ കൈ ഇങ്ങ് തന്നാൽ നോക്കി ഫലം പറയാം. ഓ, എനിക്കറിയാം. വെറുതെ പെൺകുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ ആൺകുട്ടിയോട് പലരും ഇത് പറയും. വേണ്ട, കൈ തൊടുന്നില്ല. മുഖം നോക്കി ലക്ഷണം പറഞ്ഞാലോ? പറയൂ. 6-ാം വയസ്സുവരെ സംസാരിക്കാതിരുന്ന കുട്ടിയായിരുന്നു ബാലാമണി. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തി. ഫലണ്ടായില്ല. ഒരു ദിവസം ഒരു ദിവ്യൻ വീട്ടിൽ വന്ന് കുറച്ച് ഭസ്മം തന്നു. അതിനുശേഷം നല്ല മണിയായി സംസാരിച്ചു തുടങ്ങി. പുളുക്കഥയാണോന്നറിയില്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ട് അല്ലേ? എന്റെ കൃഷ്ണ, ഇതെങ്ങനെ അറിഞ്ഞു? ആരോ പറഞ്ഞു തന്നാ. ഇല്ലാണ്ട് അറിയില്ല. ഞാൻ ജാനുവച്ചിയോട് പറഞ്ഞിട്ടെന്നാ തോന്നണേ. അവിടെ ഇരിക്കേ. ആ ശരി, മറ്റൊന്ന് പറയാം. ആരെയെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈശ്വര, ഇതും ആരോ പറഞ്ഞതാ. ആർക്കൊക്കെ അറിയാതെ? എന്ത് ബുദ്ധിയാ തന്റെ? പിന്നെങ്ങനെയാ? ഇതൊക്കെ ശാസ്ത്ര കുട്ടി. ഇനിയും പറയണോ? പറയൂ. താൻ മനസ്സിൽ ആരെ സ്നേഹിക്കുന്നോ അയാളുമായുള്ള തന്റെ വിവാഹം നടക്കും. നടന്നത് തന്നെ. ഇതൊരെണ്ണം മാത്രം പൊട്ടത്തരായിപ്പോയി. ഈ ജന്മം നടക്കാത്ത കാര്യം അത്. ആണോ? പിന്നല്ലാതെ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കായിരിക്കും, എന്നാൽ ഇത് മാത്രം നടക്കില്ല. ഭഗവാനെ, ഇതെന്താ മായ? ഇതെന്തത്? ഇതെവിടുന്നത്? ഈ ചുവന്ന പുള്ളികള്? ഇത് നടന്നില്ലേ, പിന്നെയാണ് ഒരു കല്യാണം. കുട്ടി പോ. ഉണ്ണിട്ടാ, ഇതെന്താ മാജിക്കോ? ഈശ്വര. വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകൾ.